റെഡിമെയ്ഡ് ആയിട്ട് ബർത്ത്ഡേ കാർഡ് വാങ്ങാൻ 2 മിനിറ്റ് മതി. പക്ഷെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അത് ആരും മറക്കില്ല. ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ യൂഷ്വലി കേക്ക്, ഗിഫ്റ്റ്, ഫോട്ടോ, സ്റ്റോറി അങ്ങനെ എല്ലാം റെഡിയാക്കും. പക്ഷെ പേഴ്സണലി ഉണ്ടാക്കി കൊടുക്കണ അതിനി ഒരു ചെറിയ ഐറ്റം ആണെങ്കിൽ പോലും അതിനൊരു വേറെ തന്നെ ഫീലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സൂപ്പർ ക്യൂട്ട് 3D ബർത്ത്ഡേ കേക്ക് കാർഡാണ്. കണ്ടപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ ട്രസ്റ്റ് മീ ഇത് ആക്ച്വലി വളരെ ഈസിയാണ്. ആദ്യം കാർഡ് ഫോൾഡ് ചെയ്തു, ബേസ് റെഡിയാക്കി, പിന്നെ ഇൻസൈഡിൽ കേക്കിന്റെ ലെയേഴ്സ് കട്ട് ചെയ്തു, സെറ്റ് ചെയ്തു. കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ടൈനി കേക്ക് ഇങ്ങനെ പോപ്പപ്പ് ആവണം. അതിന് പിങ്ക് ഷെയ്ഡ് കൊടുത്തു, ചെറിയ ഐസിങ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, ക്യാൻഡിൽസ് കൂടി വരച്ചപ്പോൾ ഫുൾ ബർത്ത്ഡേ വൈബായി. സത്യം പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് മതി ഒരാളിന് ട്രൂലി സ്പെഷ്യൽ ആണെന്ന് ഫീൽ ചെയ്യിക്കാൻ. ബിക്കോസ് ഇത് ജസ്റ്റ് ഒരു പേപ്പർ അല്ല, ഇതിൽ നമ്മുടെ എഫേർട്ട് ഉണ്ട്, ടൈം ഉണ്ട്, സ്നേഹമുണ്ട്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാം, പിന്നെ ചെയ്യാം, നെക്സ്റ്റ് ടൈം നോക്കാം, റെഡിമെയ്ഡ് വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ എൻ്റെ അടുത്ത് വെച്ചാൽ ഞാൻ പറയും, ഒരു ഗിഫ്റ്റിന്റെ വില ഒരിക്കലും പൈസയിലല്ല, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു മനസ്സിലാണ്, ആ ഒരു എഫേർട്ടിലാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ സ്റ്റോറിൽ നിന്ന് പോയിട്ട് കാർഡ് എടുത്താലും ഓക്കെയാണ്, പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബിക്കോസ് കേക്ക് തീരും, ഫ്ലവേഴ്സ് വാടിപ്പോവും, ബലൂൺസ് പൊട്ടും, പക്ഷെ സ്നേഹം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാർഡ് അത് എത്ര വർഷം കഴിഞ്ഞാൽ അവർ മറക്കില്ല. അതെന്താ അറിയോ, റെഡിമെയ്ഡ് കാർഡ് ഇസ് ഈസി ബട്ട് ഹാൻഡ് മെയ്ഡ് കാർഡ് ഇസ് റിമെമ്പേർഡ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.